ഹൈ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് ഹക്ക നൂഡിൽസ് ഉണ്ടാക്കാം. ഇത് നമ്മൾ സാധാരണ നൂഡിൽസിനെക്കാട്ടി കുറച്ച് കനം കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ബോയിൽ ചെയ്യേണ്ട ഇതിനെ നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഉപ്പിട്ട് ഈ നൂഡിൽസ് അതിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി. 2-5 മിനിറ്റിനകത്ത് വെച്ച് നമുക്ക് നൂഡിൽസ് റെഡിയായിട്ട് കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടുന്ന ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള, ഷിംല മിർച്ചി, പിന്നെ ക്യാരറ്റ്, ക്യാബേജ്, പച്ചമുളക്, അതൊക്കെ. അപ്പോഴത്തേക്ക് നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളതിനെ വെള്ളം വാർന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സൂപ്പ് കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ച് ആ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസിനെ കുറച്ച് നമ്മളെടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പിനകത്തിടുമ്പം കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി. അപ്പം നമ്മൾ സൂപ്പും തയ്യാറാക്കി വെച്ച് വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചക്കറി എല്ലാം വഴറ്റിയെടുത്തു. ഉപ്പിട്ട് വഴറ്റിയെടുത്ത് പിന്നെ അതിനകത്ത് നമ്മൾ കുറേശ്ശെ ആവശ്യത്തിന് സോസുകളൊക്കെ ഒഴിക്കണം. നമ്മൾ ഗ്രീൻ ചില്ലി സോസും റെഡ് ചില്ലി സോസും സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസും തക്കാളിയുടെ സോസും ഒഴിച്ച് എന്നിട്ട് സോസ് എല്ലാം ഒഴിച്ച് നല്ലോണം ഇളക്കിയെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടി ഇട്ട് ഇളക്കിയെടുത്താൽ മതി. അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കണം. ആദ്യം വിചാരിച്ച് കുറച്ചിട്ടാൽ മതിയെന്ന്. ഇത് നൂഡിൽസ് ഒരുപാടായിരുന്നു ബോയിൽ ചെയ്ത് വെച്ചത്. അപ്പം എല്ലാം കൂടെ ഇട്ട് ഇളക്കിയാൽ പാത്രത്തിൽ കൊള്ളുമെന്നുള്ളത് വിചാരിച്ചിട്ട് കുറച്ചേ ഇട്ടുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ബാക്കി എല്ലാം കൂടെ സോസൊക്കെ ഒഴിച്ചതെല്ലാം വേസ്റ്റ് ആവുമെന്ന് വെച്ചിട്ട് പിന്നെ ബാക്കി നൂഡിൽസും കൂടി ഇട്ട് ഇളക്കി. പക്ഷെ നമ്മൾ ഇത്രയും കഴിച്ച് തീർക്കത്തില്ലായിരുന്നു. ബാക്കിയുള്ളത് അടുത്ത ദിവസം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ബാക്കിയെല്ലാം എടുത്തു. അങ്ങനെ നമ്മൾ സൂപ്പെല്ലാം സെർവ് ചെയ്ത് സൂപ്പിനകത്ത് നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള നൂഡിൽസ് ഇട്ട് അത് പ്രത്യേക ടേസ്റ്റായിരുന്നു കഴിക്കാൻ. അങ്ങനെ നൂഡിൽസും നമ്മൾ സെർവ് ചെയ്ത് എല്ലാവരും കഴിച്ചു. അങ്കിത്തിനും അബിക്കൊക്കെ നൂഡിൽസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ കഴിച്ചു. പിന്നെ ഈ നൂഡിൽസിനകത്ത് കുറച്ച് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാൽ നമുക്ക് ചിക്കൻ നൂഡിൽസ് ആക്കി എടുക്കാം. അത് പിന്നെ നമ്മൾ കഴിച്ചിട്ട് ബാക്കിയുണ്ടായിരുന്നു. ബാക്കി വന്ന് നമ്മളൊരു പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അടുത്ത ദിവസം നമ്മളതെടുത്ത് ആവി കയറ്റി കഴിച്ചു. അപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.